എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം നമ്മുടെ വീടിൻ്റെ പരിസരവും എന്നുവെച്ചാൽ കോമ്പൗണ്ടിനും അതേപോലെ തന്നെ നമ്മുടെ കൃഷിസ്ഥലവും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയുക. ഒരു ചെറിയൊരു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. അതെങ്ങനെ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളറിയാതെയോ അല്ലെങ്കിൽ അനുമതിയില്ലാതെയോ കടന്നു വരുന്ന വ്യക്തികളുണ്ടായിരിക്കാം, മോഷ്ടാക്കളുണ്ടായിരിക്കാം, യാചകരുണ്ടായിരിക്കാം, അതേപോലെ തന്നെ തെരുവ് നായ്ക്കൾ, വന്യമൃഗങ്ങൾ, ഇവരെല്ലാവരും തന്നെ നമ്മുടെ അനുമതിയോട് കൂടിയിട്ടൊന്നും കടന്നു വരില്ല. അപ്പോൾ കൃഷിസ്ഥലത്തായാലും നമ്മുടെ വീടിൻ്റെ പരിസരത്തായാലും അബദ്ധത്തിലായിരിക്കും നമ്മൾ ഇവരുടെ മുന്നിലൊക്കെ ചെന്നുപെടുക. ഉദാഹരണത്തിന് നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങുകയാണ്. നമ്മുടെ കുട്ടികളോ പ്രായമായവരോ നമ്മുടെ അനുമതിയില്ലാതെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു അപകടം നടന്നതിന് ശേഷമാണ് നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താനൊക്കെ സാധിക്കുക. അപകടം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോഷ്ടിക്കാൻ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിവൈസിൻ്റെ മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ശബ്ദം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ മോഷ്ടാവോ അതേപോലെ തന്നെ വന്യമൃഗമോ അവിടെ തുടരാൻ ആഗ്രഹിക്കില്ല. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകൾ മുഴുവൻ ഇത് അറിയുകയും ചെയ്യും, ഈ ഒരു കടന്നുകയറ്റം. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തോ ഈ ഒരു സെക്യൂരിറ്റി ഡിവൈസ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഔട്ട്ഡോർ യൂണിറ്റായിട്ടും അതിൻ്റെ ഒരു യൂണിറ്റ് ഇൻഡോർ യൂണിറ്റായിട്ടും കൊടുത്താൽ പുറത്ത് എന്ത് നടന്നാലും അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ വലിയ ശബ്ദത്തിൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ ഇത് അറിയുന്നത് കൊണ്ട് ഒരു എക്സ്ട്രാ കെയർ എടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്രമിക്കാൻ വരുന്നതോ മുൻവിധിയോടുകൂടി വരുന്നതോ അല്ലാത്തതുമായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ നമുക്കൊരു രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു 3 ഡിവൈസുകളെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു നഷ്ടം വന്നതിന് ശേഷം നമ്മളിതിനെ ആലോചിക്കുന്നതിനേക്കാളും നഷ്ടം വരാതെ സംരക്ഷിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ ഒന്നാമത്തൊരു ഉപകരണം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണിക്കാം. പുറത്തൊരു ശബ്ദം അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വന്യമൃഗമോ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും അത്യുച്ചത്തിലൊരു സൈറൺ മുഴങ്ങുകയും അതിൻ്റെ ഇൻഡോർ യൂണിറ്റിലേക്കും അതിൻ്റെ കണക്ഷൻ കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളോട് കൂടിയിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതുകൊണ്ടും അവിടെ വന്ന ആളുകൾ പരമാവധി വേഗത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാറ്ററിയിലും അതേപോലെ തന്നെ സോളാറിലൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശബ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തുടരാനായിട്ട് ഈ മോഷ്ടാവ് ശ്രമിക്കില്ല. മൂന്നാമതായിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ അലാം മുഴങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ തുടരാനായിട്ട് മോഷ്ടാവോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ഒന്നും നിൽക്കില്ല. മാത്രമല്ല നമ്മുടെ അസാന്നിധ്യത്തിലോ രാത്രിയിലോ നമ്മൾ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു എക്സ്ട്രാ കെയർ എടുക്കുന്നതിന് ഇവരുടെ സാന്നിധ്യമൊക്കെ മുൻകൂട്ടി അറിയുക എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു 3 ഡിവൈസുകളാണ് ഇപ്പം ഞാൻ ഈ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എവിടെ വേണമെങ്കിലും വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻഡോർ യൂണിറ്റാണ്. ഈ യൂണിറ്റ് നമ്മുടെ വീടിനകത്തേക്കും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് സോളാറിലും പ്രവർത്തിക്കും.